സാറേ നമസ്കാരം. MTയുടെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കാട് കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ്. അനവധി വന്യജീവി കാഴ്ചകളും കാടിൻ്റെ മനോഹര ദൃശ്യങ്ങളുമായി വീണ്ടും MTയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനക്കൂട്ടവും പക്ഷികളും വരുന്നൊരുക്കിയ കാട് യാത്ര. കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പം കാഴ്ചകൾ മുഴുവനായി കാണുവാനും ശ്രമിക്കുക. വണ്ടി ചെന്ന് നിന്നത് കാട്ടാനകളുടെ മുന്നിലേക്കാണ്. അകത്തും പുറത്തുമായി 3-4 ആനകളുണ്ട്. പിടിയാനകളാണ്. കുഞ്ഞുങ്ങളും കൂടെയുണ്ട്. ഉള്ളിൽ മറ്റാനകളുണ്ട് എന്ന് തോന്നുന്നു. വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും അവയെ പകർത്തുമ്പോൾ കോഴികളും തത്തകളും ചെറുപക്ഷികളുമെല്ലാം നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷികൾ നിലത്തു നിന്ന് എന്തൊക്കെയോ കുത്തി പറിക്കുന്നുണ്ട്. ആനക്കൂട്ടങ്ങളും പക്ഷികളും കാഴ്ചയായപ്പോൾ ആരോ വണ്ടിയിൽ നിന്ന് പറയുന്നത് കേട്ടു, ഇവിടെ കടുവയൊന്നും ഇല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. പലരും ചിരിച്ചു. ആരും അതിന് മറുപടി പറയാൻ പോയില്ല എന്നതാണ്. മറുപടി പറയേണ്ട ആവശ്യമില്ല. ഏപ്രിൽ മെയ് മാസത്തെ ചാകര കഴിഞ്ഞ് നിൽക്കുന്ന നമ്മൾക്ക് അതിന് മറുപടി കൊടുക്കാനുള്ളത് ഒരു യാത്രയിലെ 13 കടുവ കാഴ്ചകളുള്ള വീഡിയോ ആണ്. ഭാഗ്യമാണ് കാഴ്ചകൾ. ഒപ്പം കാലാവസ്ഥയുടെ വ്യതിയാനവും വെള്ളത്തിൻ്റെ ലഭ്യതയും എല്ലാം ഇതിന് കാരണവുമാണ്. വെള്ളമുള്ള സ്ഥലത്തേക്ക് ചെറുജീവികൾ പോകുമ്പോൾ അവയുള്ള സ്ഥലത്തേക്ക് കടുവ പോലുള്ള വലിയ ജീവികൾ പോകുമെന്നതാണ്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പലരുടെയും സംഭാഷണങ്ങൾ പലതും. അതിന് ഉചിതമായ രീതിയിൽ മറുപടി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം കാട് യാത്ര ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് തൊട്ടറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിഭിന്നമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ.
കാരണം അനവധി തവണ അനവധി സഫാരികളെടുത്ത് കാട് യാത്രകളുടെ മനോഹാരിത മനസ്സിലാക്കി ആ ജീവികളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഏതൊരു കാട് സഞ്ചാരിയുടെ മുമ്പിലും ഉഗ്രൻ കാഴ്ചകളുമായി കാട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമെന്നതാണ്. എത്ര വന്യജീവികൾ നമുക്ക് മുന്നിലുണ്ടായാലും കാട് വളർന്നു നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ ഇവയെ ഒന്നും നമുക്ക് കാണുവാനും സാധിക്കത്തില്ല. ഈ പ്രകൃതിയിലേക്ക് മതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കുള്ള യാത്ര മനസ്സറിഞ്ഞ് ചെയ്യുക. കാടറിഞ്ഞ് കാട് കയറുക. ലൈറ്റ് ഓപ്പോസിറ്റാ. മുന്നോട്ട് ചെന്നപ്പോൾ വീണ്ടും ആനക്കാഴ്ചകളും ക്രസ്റ്റഡ് ഹോക്കികളിൻ്റെ കാഴ്ചകളും കാഴ്ചയായി. നമ്മുടെ ചാനൽ കാണുന്നതിനോടൊപ്പം നമ്മുടെ സഞ്ചാരം വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗങ്ങളാകുക. ഒരുപാട് ഗ്രൂപ്പ് യാത്രകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ ഭാഗമാകുക. വൈറ്റ് ബാലൻസ് കൂട്ടിയിട്ടിട്ടുണ്ട്. അവയെ പകർത്തി മടങ്ങുകയാണ്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കാഴ്ചയിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക. പ്രകൃതിയിലേക്കുള്ള യാത്രകൾ തുടരുന്നു. സ്നേഹത്തോടെ മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.